പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിക്കടക്കം 4 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവല്ലയിലെ ലാബിലെ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. 3 വയസ്സുകാരിയുടെ കണ്ണിലാണ് കടിയേറ്റത്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിജോ, ഗുഡ് ആഫ്റ്റർനൂൺ. അത് ഗൗരവതരമായ ഒരു റിസൾട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കടിയേറ്റവർക്ക് ഇനി ഏത് തരത്തിലുള്ള ചികിത്സയാണ് ലഭ്യമാക്കുന്നത്? വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയായ സുകന്യയ്ക്ക് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ തെരുവ് നായയുടെ കടിയേറ്റത്. സുകന്യയടക്കം 4 പേരെ തെരുവുനായ കടിച്ചിരുന്നു. ആ പ്രദേശവാസിയായിട്ടുള്ള രാജൻ എന്ന് പറയുന്ന ഒരാളെയും അതുപോലെ തന്നെ ഒരു പള്ളിയുടെ വൈദികനെയും മറ്റു 2 പേരെയും ഈ തെരുവുനായ കടിച്ചിരുന്നു. സുകന്യയുടെ കണ്ണിനും മുഖത്തും സാരമായിട്ട് ഈ പട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പട്ടിയെ പിന്നീട് വൈകിട്ട് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് തല്ലിക്കൊല്ലുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പട്ടിയുടെ ശ്രവം പരിശോധനയ്ക്ക് വേണ്ടി തിരുവല്ലയിലെ ജന്തുരോഗ ലാബിലേക്ക് അയച്ചത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ നായ്ക്ക് നിലവിൽ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെരുവുനായയുടെ കടിയേറ്റ മറ്റ് 4 പേർക്കും വലിയ ഗുരുതരത്തിലുള്ള പരിക്കോ മറ്റു കാര്യങ്ങളില്ല. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങിയിരുന്നു. പക്ഷേ ആ 3 വയസ്സുകാരിയായിട്ടുള്ള സുകന്യ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ പേവിഷബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. കാരണം കുഞ്ഞിന്റെ മുഖത്താണ് കടിയേറ്റുള്ളത്. നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു ഉദാഹരണമുള്ളത് കൊല്ലത്ത് സമാനമായ സാഹചര്യത്തിൽ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കുഞ്ഞിനെ തെരുവുനായ കടിക്കുകയും പിന്നീട് ആ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യമല്ല. എന്നാൽ പോലും ഈ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകേണ്ടത് അത് വലിയ അനിവാര്യതയാണ്. എന്തായാലും ആ പട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിലവിൽ പട്ടിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരി സുകന്യ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ക്രിസ്റ്റീന, പ്രവിത. അതെന്തായാലും ഗൗരവതരമായ വാർത്തയാണ്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഇന്നലെയാണ് 4 പേർക്ക് കടിയേറ്റത്. അതിൽ 3 വയസ്സുകാരിയുമുണ്ട്. ആ കുട്ടിയുടെ കണ്ണിലാണ് കടിയേറ്റത്. ആ നായയ്ക്കിപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഷിജോ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.